ബഹുമാനനായിട്ടുള്ള ഒരു അംഗം ഇവിടെ പറഞ്ഞു ഭാരതാംബയുടെ പൂജിക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരത് എന്നും എതിർത്തുള്ള 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ് ഇവര്. സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിന്ന് വിളിച്ചവരാണ് ഇവർ. അതുകൊണ്ട് ഭാരതാംബയും ഭാരത് മാതാവും RSSകാരുടെ സൃഷ്ടിയല്ല. ഭാരതാംബയും ഭാരത് മാതാവും അപരീന്ദ്രനാഥ ടാഗോറിന്റെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരത്തെ, ആ വന്ദേ മാതരം RSS കൊണ്ടുവന്നതല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്നതാണ്. അതിനെ എതിർക്കുന്നവർ ആ നിലപാട് ഇപ്പോഴ് രാജ്യത്തിന്റെ മൂലയിൽ മാത്രം ഒതുങ്ങുമ്പോഴും ആ നിലപാട് മാറുന്നില്ലെങ്കിൽ നാളെ ഇവരെ തൂത്തുകൂട്ടി വലിച്ചെറിയും. ഈ രാജ്യത്തെ മുന്നറിയിപ്പ് കൂടി നൽകാൻ ഞാൻ അവസരത്തിൽ ആഗ്രഹിക്കാം. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ ബസിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ രണ്ട് മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ രണ്ട് മുന്നണികൾക്കുമാണ്. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് കേരളത്തിൻ്റെ നിയമസഭ തന്നെയാണോ എന്ന് ഒന്ന് നമ്മൾ ശങ്കിച്ചു പോകും. കാരണം ഇവിടെ ഇതൊന്നും പതിവുള്ള കാര്യങ്ങളല്ല. ദേശീയതയുടെ ശബ്ദം വളരെ മികച്ച രീതിയിൽ മുഴങ്ങുന്ന ഒരു നിയമസഭ. അതുകൂടാതെ തന്നെ അപ്രിയ സത്യങ്ങൾ, ഇതുവരെ ഇരു മുന്നണികളും പറയാത്ത പല സത്യങ്ങളും ഉയർന്നു കേൾക്കുന്ന ഒരു നിയമസഭ. ഇതൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരും കാണാത്ത പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് BJPയുടെ പ്രാതിനിധ്യം വഴി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ സെഷനിൽ തന്നെ കൃത്യമായിട്ടുള്ള നിലപാട്, ദേശീയതയുടെ ആ ഒരു നിലപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രകടമാക്കാൻ BB ഗോപകുമാറിനും V മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും എല്ലാം സാധിച്ചു എന്നുള്ളതാണ്. ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. BJPയെ ജയിപ്പിച്ചാൽ BJPക്ക് MLAമാർ വന്നാൽ എന്താണ് ഇവിടെ മാറ്റം ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ്. കാരണം കൃത്യമായിട്ട് ഇരു മുന്നണികളുടെയും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം പൊളിക്കാൻ പറ്റുന്നൊരു ശക്തിയായിട്ട്, ഒരു മൂന്നാം ശക്തിയായിട്ട് BJPക്ക് വരാൻ സാധിക്കും. ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഇടപെടലുകളും BJP MLAമാർക്ക് നടത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. V മുരളീധരൻ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് പൊളിച്ചതെന്നുള്ളത് നമുക്കറിയാം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ, ധീരദേശാഭിമാനിയായ സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ V മുരളീധരന് നിയമസഭയിൽ സാധിച്ചു. കേരളത്തിൻ്റെ നിയമസഭയിലാണ് ഈ വാക്കുകളെല്ലാം വരുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഒരുപാട് പേർ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. കാരണം നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. എത്ര നിങ്ങൾ പുറത്ത് എന്തൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചാലും നിയമസഭയ്ക്കകത്ത് ഒരു പ്രാതിനിധ്യം അത്യാവശ്യമാണ്. അതുതന്നെയാണ് BJPക്ക് ഇത്തവണ അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട്. കഴിവുള്ള പ്രമുഖരായുള്ള 3 നല്ല MLAമാരെ തന്നെ BJPക്ക് ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. BB ഗോപകുമാർ എത്ര അനായാസമായാണ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പൊളിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദം പൊളിച്ചത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയുള്ള കാര്യം. അദ്ദേഹം കൃത്യമായി തന്നെ നരേന്ദ്രമോദിയെ വിമർശിച്ചപ്പോൾ അതിന് മറുപടി നൽകി എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദിക്ക് ട്രംപിനെ ഭയമാണെന്നാണ് പിണറായി വിജയൻ തട്ടിവിട്ടത്. അതിന് നേർ മറുപടി എന്നുള്ള രീതിയിൽ പിണറായി വിജയനെ പോലെ EDയെ ഭയക്കുന്ന വ്യക്തിയൊന്നുമല്ല നരേന്ദ്രമോദി. EDയെ പോലും ഭയക്കുന്ന പിണറായി വിജയനെ പോലെയല്ല നരേന്ദ്രമോദി ഏത് സ്ഥലത്ത് പോയാലും, ഏത് രാഷ്ട്രത്തലവൻ്റെ മുന്നിൽ പോയാലും സ്വന്തം രാഷ്ട്രത്തിൻ്റെ താല്പര്യം മുൻനിർത്തി അത് ഉറക്കെ സംസാരിക്കുന്ന, നിലപാട് പറയുന്ന പ്രധാനമന്ത്രിയാണെന്നാണ് BB ഗോപകുമാർ പറഞ്ഞത്. നമ്മുടെ നിയമസഭയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശബ്ദം മുഴങ്ങിയത്. തുടക്കത്തിൽ തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ BJPയുടെ MLAമാർക്കെല്ലാം സാധിച്ചു എന്നുള്ളതാണ്. അവർക്ക് ശ്രദ്ധ ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം BJP MLAമാർക്ക് എപ്പോഴും നല്ല ജനശ്രദ്ധ ലഭിക്കും, മാധ്യമ ശ്രദ്ധ ലഭിക്കും. അതൊക്കെ തന്നെയാണ് ഇനി ഇടത് വലത് മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നത്. പഴയ പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിച്ച് മുന്നോട്ട് പോകാമെന്ന് ഇരു മുന്നണികളും ഇനി ധരിക്കേണ്ട. കാരണം കൃത്യമായി തന്നെ ഒരു മൂന്നാം ശക്തിയായിട്ട് നിയമസഭയിൽ BJP ഉയർന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഒരു
ഒരു മൂന്നാമത്തെ ശക്തി കൂടി വന്ന് ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികളെയും എതിർക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഈ ആദ്യ ദിനങ്ങളിൽ തന്നെ BJP MLA മാർ നൽകിയിരിക്കുന്നത്.